സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ഇതിനോടകം തന്നെ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതു പാർട്ടിയാകും ഏതു മുന്നണിയാകും വിജയിക്കുക എന്നത് സംബന്ധിച്ച് നിരവധി അഭിപ്രായ സർവേകൾ പുറത്തു വന്നിട്ടുണ്ട്. 3ഓളം അഭിപ്രായ സർവേകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അത് അങ്ങേയറ്റം വിശ്വസനീയവും സുതാര്യവുമായിട്ടുള്ള പല ഏജൻസികളുമാണ് ഈ സർവേ ഫലങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ആ സർവേ ഫലങ്ങളെല്ലാം തന്നെ പറയുന്നത് കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉറപ്പാണ്, UDFന് അനുകൂലമായ ഒരു തരംഗം സംസ്ഥാനത്തുണ്ട് എന്നാണ് ആ സർവേ ഫലങ്ങളൊക്കെ തന്നെയും പ്രവചിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേരളത്തിലെ പ്രമുഖ ചാനലുകളിൽ ഒന്നായ ഒരു മാധ്യമ സ്ഥാപനമായിട്ടുള്ള മാതൃഭൂമിയുടെ ടെലിവിഷൻ ന്യൂസ് ചാനൽ ഒരു അഭിപ്രായ സർവേ നടത്തി അത് സംപ്രേഷണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെയാണ് അതിൻ്റെ 1ാം ഘട്ട സംപ്രേഷണം നടത്തിയത്. വരുന്ന 3 ദിവസങ്ങളിലായിട്ട് മൊത്തം 4 ദിനങ്ങളിലായിട്ടാണ് 140 നിയമസഭാ മണ്ഡലങ്ങളിലെയും അഭിപ്രായ സർവേ ഫലങ്ങൾ മാതൃഭൂമി ചാനൽ പുറത്തുവിടുന്നത്. മാതൃഭൂമി ചാനലിന് വേണ്ടിയിട്ട് സിറ്റിസൺ ഒപ്പീനിയൻ റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ സെന്റർ കോർ എന്ന് പറയുന്ന ഏജൻസിയാണ് സർവേ നടത്തിയിരിക്കുന്നത്. ഫെബ്രുവരി 16 മുതൽ 26 വരെയുള്ള 11 ദിനങ്ങളിലായിട്ട് 140 മണ്ഡലങ്ങളിലെയും വിവിധ ബൂത്തുകളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ചതുണ്ട്. 28,432 സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ക്രോഡീകരിച്ച് അത്തരം ഒരു സർവേ തയ്യാറാക്കിയിരിക്കുന്നത്. 28,432 സാമ്പിളുകൾ എന്ന് പറയുന്നത് അത് വലിയൊരു നമ്പറാണ്. അപ്പോൾ അത്രത്തോളം വിശ്വാസയോഗ്യമായ ഒരു അഭിപ്രായ സർവേ എന്നാണ് ഈ ഏജൻസി തന്നെ അവകാശപ്പെടുന്നത്. എന്തായാലും ഇന്നലെ തങ്ങളുടെ ആദ്യ ദിനത്തിൽ അവരെ 35 നിയമസഭാ മണ്ഡലങ്ങളിലെ അഭിപ്രായ സർവേയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അഭിപ്രായ സർവേ ഒപ്പം തന്നെ ഓരോ മണ്ഡലങ്ങളിലെയും MLA-മാരെ കുറിച്ചുള്ള ജനങ്ങളുടെ വിലയിരുത്തലും ജനങ്ങൾ അവർക്ക് എത്ര മാർഗം നൽകുന്നു എന്നുള്ള കാര്യവും ഈ സർവേയിൽ ഉൾപ്പെടുത്തി അതും പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ പ്രഖ്യാപിച്ച അല്ലെങ്കിൽ ഇന്നലെ പറഞ്ഞ 35 നിയമസഭാ മണ്ഡലങ്ങളിലെ അഭിപ്രായ സർവേ ഫലം നോക്കുകയാണെങ്കിൽ UDFന് വ്യക്തമായ മേധാവിത്വം ഉണ്ട് എന്നതാണ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം. 35 മണ്ഡലങ്ങളിലെ ഫലം നോക്കുമ്പോൾ 16ഇടത്ത് UDFും 16ഇടത്ത് LDFും വിജയിക്കും എന്നാണ് സർവേ പറയുന്നത്. 3 മണ്ഡലങ്ങളിൽ ശക്തമായിട്ടുള്ള പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്നും ഈ സർവേ പറയുന്നുണ്ട്. ആ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന 3 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് സ്വാഭാവികമായിട്ട് നമുക്കെല്ലാം അറിയാം, കേരളത്തിന്റെ വടക്കേറ്റത്തെ മണ്ഡലങ്ങളിലൊന്നായിട്ടുള്ള മഞ്ചേശ്വരമാണ്. അവിടെ UDFും NDAയും തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നത്. അവിടെ UDF വിജയിക്കും എന്നാണ് സർവേ ഫലം പറയുന്നത്. നിലവിൽ മുസ്ലിം ലീഗിന്റെ AK മുഷറഫാണ് മഞ്ചേശ്വരത്തെ MLA. അദ്ദേഹം ഏതാണ്ട് മികച്ച പ്രവർത്തനം അവിടെ നടത്തുന്നുണ്ട് എന്ന് ഈ സർവേ പറയുന്നുണ്ട്. അവിടെ NDAയുമായിട്ടുള്ള പോരാട്ടത്തിൽ UDF അവസാന നിമിഷം വിജയിക്കുമെന്ന് സർവേ പറയുന്നു. അവിടെ LDFന്റെ വോട്ട് ശതമാനത്തിൽ വലിയൊരു കുറവ് ഉണ്ടാകുമെന്നും സർവേ സൂചിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 20% വോട്ട് മാത്രമേ LDFന് അവിടെ ലഭിക്കൂ എന്നാണ് സർവേ ഫലം പറയുന്നത്. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് ഇതുപോലെ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നത് തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയിലാണ്. നെയ്യാറ്റിൻകരയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം LDFും UDFും തമ്മിലാണ്. ഒപ്പം തന്നെ ഇടുക്കിയിലും സമാനമായ രീതിയിൽ ശക്തമായ ഒരു പോരാട്ടം നടക്കുന്നുണ്ട്. ഇടുക്കി എന്ന് പറയുന്നത് നിലവിൽ കേരള കോൺഗ്രസ് മണി വിഭാഗത്തിലെ മന്ത്രി കൂടിയായിട്ടുള്ള റോഷി അഗസ്റ്റിന്റെ സിറ്റിംഗ് സീറ്റാണ് ഇടുക്കി എന്ന് പറയുന്നത്. അവിടെയും ശക്തമായ പോരാട്ടം നടക്കുന്നു എന്ന് ഈ സർവേ പറയുന്നുണ്ട്. പിന്നീട് നമ്മൾ 2 മുന്നണികൾക്കും LDFനും UDFനും ലഭിച്ചിരിക്കുന്ന 16 മണ്ഡലങ്ങൾ വീതമാണ്. 16 മണ്ഡലങ്ങളിൽ LDFും 16 മണ്ഡലങ്ങളിൽ UDFും വിജയിക്കും എന്ന് സർവേ പറയുന്നു. അത് ഒരു തുല്യനിലയിലുള്ള കണക്കാണ് എങ്കിൽ പോലും അവിടെ UDFന് വ്യക്തമായ മേധാവിത്വമുണ്ട് എന്ന് പറയുന്നതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണം എന്ന് പറയുന്നത് UDFന് ലഭിക്കുന്ന ഈ 16 മണ്ഡലങ്ങൾ, അതായത് UDF വിജയിക്കുമെന്ന് സർവേയിൽ പറയുന്ന ഈ 16 മണ്ഡലങ്ങൾ, ആ 16 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളും നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റുകളാണ് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് UDF തങ്ങളുടെ 7 സിറ്റിംഗ് സീറ്റുകൾ അവിടെ നിലനിർത്തുന്നു. അതിനൊപ്പം തന്നെ 9 സീറ്റുകൾ അത് പിടിച്ചെടുക്കുകയാണ്. ഈ 35 സീറ്റുകളിലെ ഫലം പറയുമ്പോൾ അതിനകത്ത് തന്നെ ഏതാണ്ട് 9 സീറ്റുകൾ LDFിൽ നിന്നും UDF പിടിച്ചെടുക്കുന്നു എന്നാണ് ഈ സർവേ പറയുന്നത്. അതിൽ ആ 9 സീറ്റുകൾ എന്ന് പറയുന്ന 9 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ 2 മണ്ഡലങ്ങളുണ്ട്. അതിലൊന്ന്
അരുവിക്കരയാണ്. ഒപ്പം തന്നെ മറ്റൊന്ന് തിരുവനന്തപുരം സെൻട്രലാണ്. നമുക്കറിയാം ഇത് രണ്ടും ഇപ്പോൾ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അരുവിക്കരയിൽ G. സ്റ്റീഫനാണ് നിലവിലെ സിറ്റിംഗ് MLA CPMന്റെ. തിരുവനന്തപുരം സെൻട്രലിൽ അത് ജനാധിപത്യ കേരള കോൺഗ്രസിനാണ് നൽകിയിരിക്കുന്നത്. അവിടെ മന്ത്രിയുമൊക്കെ ഇരുന്ന ആന്റണി രാജു ആയിരുന്നു MLA. അദ്ദേഹത്തെ കോടതി അയോഗ്യനാക്കിയതോടുകൂടി അവിടെ MLA പദവി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഫലം പ്രഖ്യാപിച്ചതിൽ ഈ രണ്ട് മണ്ഡലങ്ങളുമുണ്ട്. ആ രണ്ട് മണ്ഡലങ്ങളും ഇപ്പറയുന്ന പോലെ നിലവിലെ സാഹചര്യത്തിൽ UDF തിരിച്ചു പിടിക്കുമെന്ന് സർവേ പറയുന്നു. കൊല്ലം ജില്ലയിൽ പ്രഖ്യാപിച്ച മണ്ഡലങ്ങളിലൊന്നായ കുന്നത്തൂര് നിലവിൽ അത് RSP ലെനിനിസ്റ്റിന്റെ സിറ്റിംഗ് മണ്ഡലമാണ്. കോവൂർ കുഞ്ഞുമോനാണ് MLA. കഴിഞ്ഞ 5 തെരഞ്ഞെടുപ്പുകളായിട്ട് ജയിക്കുന്ന വ്യക്തിയാണ് കോവൂർ കുഞ്ഞുമോൻ. എന്നാൽ ഇത്തവണ അവിടെ വ്യക്തമായ മേധാവിത്വത്തോടു കൂടി UDF ആ മണ്ഡലം തിരിച്ചു പിടിക്കും എന്ന് ഈ സർവേ പറയുന്നുണ്ട്. പിന്നീട് പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും 2 മണ്ഡലങ്ങൾ UDF തിരിച്ചു പിടിക്കും. അത് റാന്നിയും മറ്റൊന്ന് അടൂരുമാണ്. നിലവിൽ പത്തനംതിട്ടയിൽ UDFന് ഒരു MLA പോലും ഇല്ലാത്ത ജില്ലയാണ്. ആകെ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലുള്ളത്. കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം കൂടി LDFലേക്ക് പോയതോടുകൂടി ആ രീതിയിലുണ്ടായ ഒരു സ്വാധീനം കൂടി അന്നത്തെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പിൽ UDFന് ഒരു സീറ്റ് പോലും പത്തനംതിട്ടയിൽ ജയിക്കാൻ കഴിഞ്ഞില്ല. അവിടെ ഇത്തവണ 2 സീറ്റുകൾ, ഇപ്പോൾ ഫലം പറഞ്ഞിരിക്കുന്ന 2 സീറ്റുകൾ, അതായത് റാന്നിയും അടൂരും UDF തിരിച്ചു പിടിക്കുമെന്ന് പറയുന്നുണ്ട്. റാന്നി എന്ന് പറയുന്നത് അത് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സിറ്റിംഗ് സീറ്റാണ്. പ്രമോദ് നാരായണാണ് അവിടുത്തെ MLA. അവിടെ UDF ഇത്തവണ വിജയിക്കുമെന്ന് പറയുന്നു. അടൂര് എന്ന് പറയുന്നത് CPIയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ നിലവിൽ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയായിട്ടുള്ള ചിറ്റയം ഗോപകുമാറാണ് സിറ്റിംഗ് MLA. ആ 2 മണ്ഡലങ്ങളിലും LDFന് തിരിച്ചടി ഉണ്ടാകും, തോൽവി ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ പീരുമേട് മണ്ഡലവും ഇതേപോലെ നിലവിൽ LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടുത്തെ MLA വാടൂർ ജോസ് ആയിരുന്നു. അദ്ദേഹം അകാലത്തിൽ നമ്മളെ വിട്ട് പോയ ഒരു സാഹചര്യമാണുള്ളത്. അവിടെ നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ UDF പീരുമേട് മണ്ഡലം തിരിച്ചു പിടിക്കും എന്നാണ് സർവേ പറയുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാടൂർ സോമൻ ഏതാണ്ട് ചുരുങ്ങിയ വോട്ടുകൾക്ക്, 2000-ലധികം വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ വിജയിച്ചത്. അവരുടെ ഒരു പരമ്പരാഗത സീറ്റാണത്. എങ്കിൽ പോലും അവിടെ ശക്തമായ പോരാട്ടം നടത്താൻ കഴിഞ്ഞ തവണ UDFന് കഴിഞ്ഞിട്ടുണ്ട്. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ കുന്നത്തുനാടാണ്. കുന്നത്തുനാട് നിലവിൽ CPMന്റെ സിറ്റിംഗ് സീറ്റാണ്. PV ശ്രീനിജനാണ് അവിടുത്തെ MLA. കഴിഞ്ഞ തവണ ഈ പറഞ്ഞതുപോലെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നടന്നത്. ചുരുങ്ങിയ മാർജിനിലുള്ള വോട്ടുകൾക്കാണ് അവിടെ ശ്രീനിജൻ ജയിച്ചത്. 2000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമേ അവിടെയുള്ളൂ. ഇത്തവണ ആ സീറ്റ് UDF തിരിച്ചു പിടിക്കും എന്ന സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. പിന്നെ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ മണ്ഡലം നിലവിൽ CPIയുടെ സിറ്റിംഗ് സീറ്റാണ്. അവിടെയും UDF ജയിക്കുമെന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീടുള്ളത് മലപ്പുറം ജില്ലയിലെ തവനൂരാണ്. തവനൂരിൽ KT ജലീലാണ് സിറ്റിംഗ് MLA. CPMന്റെ സ്വതന്ത്രനാണ്. കഴിഞ്ഞ തവണയും ശക്തമായൊരു പോരാട്ടമാണ് അവിടെ UDF നടത്തിയത്. UDFന് വേണ്ടിയിട്ട് സാമൂഹ്യ പ്രവർത്തനം കൂടിയിട്ടുള്ള ഫിറോസ് കുന്നുംപറമ്പിലാണ് അവിടെ മത്സരത്തിനിറങ്ങിയത്. ഏതാണ്ട് 2000-ലധികം വോട്ടുകൾക്കാണ് അവിടെയും LDF ജയിച്ചത്. എന്നാൽ ആ മണ്ഡലം ഇത്തവണ UDF തിരിച്ചു പിടിക്കും, ശക്തമായ രീതിയിൽ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി മണ്ഡലം തിരിച്ചു പിടിക്കും എന്നാണ് ഈ സർവേയിൽ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ 9 മണ്ഡലങ്ങൾ നിലവിലെ സിറ്റിംഗ് LDFന്റെ സിറ്റിംഗ് സീറ്റുകളായ 9 മണ്ഡലങ്ങൾ UDF തിരിച്ചു പിടിക്കും എന്ന് സർവേ പറയുമ്പോൾ അത് ചെറിയ ഒരു കാര്യമല്ല. മറുവശത്ത് LDF അവർക്ക് 16 സീറ്റ് ലഭിച്ചിരിക്കുന്നത് അവരുടെ സിറ്റിംഗ് സീറ്റുകൾ തന്നെയാണ്. UDFന്റെ ഇന്നലെ ഫലം പ്രവചിച്ച 35 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലം പോലും UDFന്റെ സിറ്റിംഗ് സീറ്റുകൾ LDF പിടിച്ചെടുക്കുന്നതായിട്ട് പറയുന്നില്ല. അതായത് UDFന്റെ നില അവിടെ ഭദ്രമാണ്. ഈ 35 സീറ്റുകൾ നോക്കുമ്പോൾ UDFന്റെ നില ഭദ്രമാണ്. 9 സീറ്റുകൾ LDFിൽ നിന്നും പിടിച്ചെടുക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം നിലവിലുണ്ട് എന്നതാണ് ഈ സർവേ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും അത് UDFനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. UDFന് വലിയ മുൻതൂക്കം നൽകുന്ന ഒരു സാഹചര്യമാണ് എന്നതാണ് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഇനിയിപ്പോൾ ഇന്നും നാളെയും അടുത്ത തിങ്കളാഴ്ചയും ഒക്കെയായിട്ട് ബാക്കിയുള്ള 140 മണ്ഡലങ്ങളിലെയും സർവേ പ്രവചനം നടക്കാൻ പോവുകയാണ്. എന്തായാലും ആദ്യഘട്ടത്തിലെ സർവേ, അതായത് ആദ്യ ദിനത്തിലെ 35 മണ്ഡലങ്ങളിലെ സർവേ നോക്കുമ്പോൾ അത് UDFന് അനുകൂലം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ 9 മണ്ഡലങ്ങൾ, 9 LDFന്റെ മണ്ഡലങ്ങൾ UDF പിടിച്ചെടുക്കും എന്നുള്ളത് അത് ചെറിയ കാര്യമല്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും LDFന്റെ കോട്ടയായിട്ടുള്ള പല മണ്ഡലങ്ങളുമാണ് ഇതിനകത്ത്
UDF തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് അത് UDF വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആളുകളെല്ലാം തന്നെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ശബരിമലയിലെ വിവാദങ്ങളാണ്. അത് LDF പ്രതികൂലമായി ബാധിക്കുമെന്ന് ഏതാണ്ട് 50% ആളുകളാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അത് UDF ബാധിക്കുമെന്ന് 11% ആളുകൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വിവിധ വിഷയങ്ങൾ നോക്കുമ്പോൾ അതൊക്കെ തന്നെ LDF കാര്യമായിട്ട് പ്രതികൂലമായി ബാധിക്കുമെന്ന് ഈ സർവേ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും ആദ്യ ദിനത്തിൽ പ്രഖ്യാപിച്ച ആ 35 മണ്ഡലങ്ങളുടെ ഫലം നോക്കുമ്പോൾ അത് UDF വലിയ രീതിയിലുള്ളൊരു മുൻതൂക്കം നൽകുന്നു. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് LDF 9 സിറ്റിംഗ് സീറ്റുകൾ UDF പിടിച്ചടക്കും എന്നത് തന്നെയാണ്.